ഞങ്ങളൊരു യാത്ര തുടങ്ങാൻ പോവാണ് അല്ലേ? എങ്ങോട്ടാ? സ്കോട്ട്ലൻഡ്. രാത്രി 1 മണിക്ക് ഞങ്ങൾ തുടങ്ങിയ യാത്രയാണ് ഷെഫീൽഡ് മെഡോ ഹാൾ ബസ് സ്റ്റേഷനിൽ നിന്ന്. ഞങ്ങൾ എന്നിട്ട് ഇവിടെ 6:20 എഡിൻബർഗ് എന്ന് പറഞ്ഞ സിറ്റിയിൽ വന്നു. അവിടെ വന്ന് മക്ഡൊണാൾഡ്സ് എന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ കടയൊന്നും തുടങ്ങിയില്ലായിരുന്നു, ആകെ മക്ഡൊണാൾഡ്സ് കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ സിറ്റി കാണാനായിട്ട് ഇറങ്ങി. സിറ്റിയിൽ ആദ്യം കണ്ടത് ദ ബാൽമൊറൽ. അതൊരു 5 സ്റ്റാർ ഹോട്ടലായിരുന്നേ. അതിൻ്റെ എതിർവശത്തായിട്ടൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കാൾട്ടൺ ഹില്ലിലേക്കായിരുന്നു. കാൾട്ടൺ ഹില്ലെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ എഡിൻബർഗ് സിറ്റി മൊത്തം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. അവിടെ 1-2 മൊന്യൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, ആർതസ് സീറ്റ്. ഇതവിടെയുള്ള സൂര്യോദയമായിരുന്നു. ആർതസ് സീറ്റിൽ നിന്ന് കാണുന്ന സീനാണത്. ഇത് കാൾട്ടൺ ഹില്ലിൽ തന്നെയുള്ള 1-2 മൊന്യൂമെൻറ്റ്സ്. ആ കാണുന്ന മലകൾ അവിടെ നിന്ന് വെച്ചാൽ ഒത്തിരി ഹൈക്കിങ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇറ്റ്സ് ലൈക്ക് എൻ്റെ വോൾക്കാനോ ഇറപ്ഷനിൽ വന്ന ഒരു സ്ഥലമെന്നാണ് പറയുന്നത് ഈ ആർത്തർ സീറ്റും കാൾട്ടൺ ഹില്ലും. അത് ബോത്ത് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും സിറ്റിയിലോട്ട് തന്നെ വന്നു. എന്നിട്ട് നമ്മൾ സ്കോട്ട് മോണുമെൻ്റാണ് കണ്ടത്. ശരിയാണ്. അതെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ഇതായിട്ട് ഓർമ്മയായിട്ട് പണിതേക്കുന്ന മോണുമെൻ്റ്, സ്കോട്ടിൻ്റെ ഒരു പ്രതിമ അതിൻ്റെ അകത്തുണ്ട്. ഉണ്ട്. പിന്നെ ക്രിസ്മസ് മാർക്കറ്റ് കണ്ടു. അവിടുന്ന് പിന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കാസ്റ്റിലും അതുപോലെ തന്നെ ഒത്തിരി സ്ട്രീറ്റ് വരുന്നേ ഉള്ളൂ. ആ സ്ട്രീറ്റ് കാണാൻ പോയതായത്. മ്യൂസിയം ഒക്കെ ആ സൈഡിൽ കൂടെ കണ്ടിട്ട് നമ്മളിങ്ങനെ നടന്ന് ഈ വഴി മുകളിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് അവിടെ നമ്മൾ കണ്ടത് ഒരു പള്ളിയായിരുന്നു. ഗിൽസ് കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ടൊരു പള്ളി. അതൊരു സ്ക്വയറാണ് ശരിക്കും. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ റോയൽ മെയിൽ എന്ന് പറയുന്നൊരു സ്ട്രീറ്റാണ് തോന്നുന്നു. അവിടെ ഒരു മിൽക്ക് മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ മിൽക്ക് മാൻ കണ്ടു. മിൽക്ക് മാൻ കയറി. ഇതൊരു ഓൾഡ് മിൽക്ക് സ്റ്റോറാണ്. അവിടെ നമ്മൾ ചായയൊക്കെ കുടിച്ചത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പിന്നെ മുകളിലേക്ക് കയറിയിട്ട് വീണ്ടും പള്ളിയുടെ അവസ്ഥയ്ക്ക് ഞങ്ങൾ വരും. അന്നേരമാണ് ഈ ഒരു പാട്ടുകാരനെ കണ്ടത്. അവരിട്ടിരുന്ന ഡ്രസ്സ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡ്രസ്സായിരുന്നു. അത് സ്കോട്ടിഷ് അവിടുത്തെ ആൾക്കാരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. പിന്നെ ഞങ്ങൾ പോയത് വിക്ടോറിയ സ്ട്രീറ്റ് എന്ന് പറയും. ഇങ്ങനെ കളറൊക്കെ കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു സ്ട്രീറ്റ്. അവിടെ തന്നെ ഹാരി പോട്ടറിൻ്റെ ഒരു മർച്ചൻഡൈസ് മ്യൂസിയം പോലൊരു, അതായത് അവിടെ മർച്ചൻഡൈസ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ കയറാൻ ആൾക്കാർ ക്യൂ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിനവിടെ കയറിയൊന്നുമില്ല. പിന്നെ നമ്മൾ കാസ്റ്റലിൻ്റെ സൈഡിലൂടെ പോയി. കാസ്റ്റൽ ഇങ്ങനെ കണ്ടു, ചുറ്റും നടന്ന് കണ്ടു, അകത്ത് കയറിയില്ല. ഈ കാസ്റ്റലിൻ്റെ ചുറ്റും നടന്നു പോകുന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയായത്. ആ പള്ളിയുടെ മുമ്പിലുള്ളതും ഈ മുഴുവനും സിംത്തേരിയാണ്. അത് കാണാനാണെങ്കിൽ മുഴുവൻ പച്ച കളറാണ്, മുഴുവൻ പാഴി പിടിച്ചിങ്ങനെ നടക്കുക. പച്ച കളറിൽ നല്ല ഭംഗിയായിരുന്നു. ആ പള്ളിയുടെ സൈഡിൽ കൂടെ അങ്ങ് പോയി കഴിയുമ്പോൾ കാസ്റ്റിൽ മുകളിൽ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു വാട്ടർ ഫൗണ്ടെയിൻ കാണാൻ പറ്റും. അതിൻ്റെ പേര് റോസ് ഫൗണ്ടെയിൻ എന്നാണ്. പിന്നെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടതാണ് സെൻറ്റ് മേരീസ് എപ്പിസ്കോപ്പൽ കത്തീഡ്രൽ. അത് ഒരു നല്ലൊരു ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ. അത് ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു വ്യൂ ആയിരുന്നു അത്. പിന്നെ പോയതൊരു വില്ലേജിലേക്കാണ്, ഡീൻ വില്ലേജ് എന്ന് പറയും. അതായത് ഇപ്പോഴും ആൾക്കാർ അവിടെ താമസിക്കുന്നൊരു വില്ലേജ്. അത് ഞങ്ങൾ ചുറ്റും നടന്ന് കണ്ട് അതൊരു
ഒരു തോടിൻ്റെ കരയിലല്ലേ? ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. ഒരു തോടിൻ്റെ കരയിലായിരുന്നു. അപ്പോൾ ആ കരയിൽ ഇതെന്തൊരു ലൈബ്രറിയോ അങ്ങനെ എന്തൊരു സംഭവമല്ലായിരുന്നോ? അവരുടെ നമ്മൾ പിന്നെ അവിടെ നിന്നൊരു വോക്കിന് ജസ്റ്റ് പോയി ആ വില്ലേജിൽ കൂടെ അങ്ങ് നടന്ന് അവിടെ ഒരു വെല്ലുണ്ടെന്ന് നമ്മളോട് പറഞ്ഞു. ഇതായിരുന്നു ഈ വെല്ല്, സെൻറ്റ് ബെർണാർഡ്സ് വെല്ലെന്ന് പറഞ്ഞു. പക്ഷെ വെല്ലായിട്ട് കാണാൻ പറ്റില്ല, അത് മുഴുവനും കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റാച്ചു ഒക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാ വെല്ല് കവർ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ വേണമെങ്കിൽ ഈ കാണുന്ന ഡോറ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ കയറി ആ വെല്ല് കാണാൻ പറ്റും. അങ്ങനെ ഏതാണ്ടാണ് അതിൻ്റെ പരിപാടി. അത് കഴിഞ്ഞ് അതൊരു നല്ലൊരു വാക്കായിരുന്നു കേട്ടോ, ആ ട്രെയിൽ, ആ തോടിൻ്റെ കരയിൽ കൂടെ വലിയ ഒരുപാട് തൂണുകളും ഇതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നിട്ട് ഒരു സർക്കസ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ എപ്പോഴും കാണുന്ന ഒരുപാട് കാണുന്ന ഒരു റൗണ്ട് അബൌട്ട് പോലെ അത് നല്ല രസമാണ്. അതായത് ആൾക്കാർ താമസിക്കുന്നുണ്ട് രണ്ട് സൈഡിലും, ഒരു സ്ട്രീറ്റ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല രസമാണ്. നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. ലൈക്ക് ഇങ്ങനെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതവിടെ അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ സിറ്റിയിൽ വന്നപ്പോൾ എടുത്തായിരുന്നു ട്രാംസ് ഇങ്ങനെ പോകുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങൾ ഗ്ലെൻകോയിലേക്ക് പോവാണ്. ഒരു ഹൈലാൻഡ് ടൂർസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ടൂർ എടുത്തു. അപ്പോൾ നമ്മളെ ബസ്സിൽ അവരിങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ പോകുന്ന വഴി മുഴുവൻ കാണാം. അതായത് ഹിൽ ഏരിയാസ് അല്ലേ. അത് രാവിലെ എത്രയായിരുന്നു, ഞങ്ങൾ അവിടെ നിന്ന് ഒരു 6 മണിക്കെങ്ങാണ്ട് കയറി. വളരെ നൈറ്റ്, ഒട്ടും വെളിച്ചില്ലായിരുന്നു. അത് പിന്നെ പോയത് ഇത് ഭയങ്കര ഒത്തിരി ഫേമസ് ആയൊരു പ്ലേസാണ്, അതൊത്തിരി കളർ മാറുക. അതൊരു സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ഒരു ഏരിയയാണ് മെയിനായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് അവരെങ്ങാണ്ട് പണിത് വെച്ചേക്കുന്നതെന്നാണ് ആ സ്റ്റോറി. അതായത് രണ്ട് കുതിരയുടെ അതിൻ്റെ അകത്ത് നമുക്ക് ഫുൾ ഇലിമിനേഷനായിട്ട് ഇപ്പോൾ നീല കളറാണ് നമ്മൾ കണ്ടത്. നമ്മളവിടെ ഇറങ്ങി കാണാനായിട്ടുള്ള അവിടെയും ടിക്കറ്റ് ഉണ്ട് തോന്നുന്നു അല്ലേ? അവിടെയും പിന്നെ ആണെങ്കിൽ ഇപ്പോൾ കാണാം അവിടെ മൊത്തം വെള്ള കളർ, മഞ്ഞ് വീണതാണ് ആക്ച്വലി. ഇത് ഹില്ലി ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഏരിയയിൽ തണുപ്പും ഉണ്ട് അത്യാവശ്യം. നേരം വെളുക്കുന്നേ ഉള്ളൂ, സൂര്യൻ ഉദിച്ച് വരുന്നതാണ് ഈ കാണുന്നത് ആ ഒരു കളർ കണ്ടല്ലേ. പിന്നെ പോകുന്ന വഴിയിൽ ഈ മൊത്തം ഫാമേഴ്സാണ്, ലൈക്ക് ആടുകളും പശു അങ്ങനെയുള്ള അതിനെല്ലാം വളർത്തുന്നത് അങ്ങനെ കാണാം. മേയാൻ വിട്ടിട്ടുണ്ട് എല്ലാത്തിനും. അങ്ങനെ പോയ വഴിക്ക് കലണ്ടർ എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ അവിടെ അല്പം മാറിയിട്ട് അവിടെ ഞങ്ങളുടെ വണ്ടി നിർത്തി. അപ്പോൾ ഞങ്ങളവിടെ ജസ്റ്റ് ഇറങ്ങി ഒരു കടയിലൊക്കെ കയറി സ്നാക്സൊക്കെ വാങ്ങിച്ചു. കാരണം രാവിലെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും കാണാൻ വേണ്ടിയിരുന്നതാണ് ഹെറിക്കോ എന്ന് പറഞ്ഞാൽ ഈ പശുവാണ് കേട്ടോ. അതായത് സ്കോട്ട്ലൻഡിൻ്റെ ഒരു പ്രതീകമായിരുന്നു. കൂ എന്ന് പറഞ്ഞാൽ കൗ, അങ്ങനെയാണ് സ്കോട്ടിഷ് ആക്സെന്റ്. പിന്നെ അത് കഴിഞ്ഞ് ഹൈലാൻഡ്സ് തുടങ്ങി. അവിടെ നിന്ന് അങ്ങ് പിന്നെ ഫുള്ളായിട്ട് ഫുൾ റിവർ സൈഡും ഇതുപോലെ അങ്ങ് ഹില്ലീസാണ്. ഫുൾ നല്ല എന്താ പറയുക, മൗണ്ടൻസ് ഫുൾ മൗണ്ടൻസ് ആയിട്ടാണ് അങ്ങ് പോകുന്നത്. ആ വെളുത്ത് ഇങ്ങനെ കാണുന്നത് മഞ്ഞ് വീണ് കിടക്കുന്നതാണ് കേട്ടോ. അതായത് ജസ്റ്റ് ചെറുതായിട്ട് മഞ്ഞ് വീണിട്ടുള്ളൂ. അപ്പോൾ അത് ആ ചെടികൾക്കൂടെ എല്ലാത്തിലും പറ്റി പിടിച്ചിരിക്കുന്നതാണ് വെള്ള കളറിൽ കാണുന്നത്. ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു പാലം കണ്ടു. ഞങ്ങളീ പോകുന്ന യാത്രയിലുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് ഹാരി പോട്ടറിൻ്റെ അകത്തുള്ളൊരു പാലം എന്ന് പറയുന്നൊരു പാലം. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതാ പാലമാണ്. പക്ഷേ ഇതൊരു നേച്ചർ റിസർവാണ്.
സ്കോട്ട്ലൻഡിലെ ഗ്ലെൻ ഓഗിൾ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു പാലം. എനിക്കൊന്നും ട്രെയിനൊക്കെ പോകുന്നൊരു പാലമുണ്ട്. ഞങ്ങളുടെ ഡ്രൈവർ ഒരു സ്കോട്ടിഷുകാരനാണ്, സ്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല, കാരണം സ്കോട്ടിഷ് ഇംഗ്ലീഷ് വേറെയാണ്, അവർ പറയുന്ന ഇംഗ്ലീഷ് വേറൊരു ഇംഗ്ലീഷായിരുന്നു. പക്ഷെ ഭയങ്കര ഹൈറ്റൊക്കെ ഉള്ളൊരു മനുഷ്യനല്ലേ. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഈ കാണുന്ന മലനിരകൾ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ബാൻഫായിരുന്നു. കാരണം ഞാൻ കാനഡയിൽ ആൽബർട്ടയിൽ ബാൻഫ് എന്ന് പറഞ്ഞ സ്ഥലം ഏതാണ്ട് ഇതുപോലെ. ഇതെങ്ങാണ്ട് സെയിം ലൈക്ക് ഒത്തിരി ഹൈ ഡിസ്റ്റൻസ് മറ്റേ ആൽപ്സ് ഒക്കെ പോലെ തന്നെ ഒത്തിരി ഉള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള അന്ന് പറഞ്ഞത് അയാൾ. പിന്നെ ആൾ പറഞ്ഞു ഈ പോകുന്ന വഴിയിലാണ്, വഴിയിലൂടെയുള്ള സ്ഥലങ്ങളിലാണ് ജെയിംസ് ബോണ്ട് ചിത്രങ്ങൾ, അതുപോലെ ഹാരി പോട്ടറിൻ്റെ അകത്തുള്ള ഒരുപാട് സീനുകൾ ഒക്കെ ഷൂട്ട് ചെയ്ത്. ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ അവിടെ ഒരു ചെറിയൊരു വീട് ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു വീട്, അത് ഭയങ്കര ഒരു കൗതുകമായിരുന്നേ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 3 മലകളിങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പേര് എന്താ, ത്രീ സിസ്റ്റേഴ്സ് ഓഫ് ഗ്ലെൻകോ എന്ന് പറഞ്ഞിട്ട്. അതൊരു ഹൈക്കിംഗ് സ്പോട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എത്തിയില്ല, പോയൊരു പോർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നൊരു സ്ഥലമുണ്ട്. പോർട്ടൊക്കെ ഉള്ള കപ്പലൊക്കെ വരുന്ന സ്ഥലം, ഫോർട്ട് വില്ല എന്നാണ് അതിൻ്റെ പേര്. ഈ സ്ഥലം ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ ഇത് കടലിലേക്കാണ് ഈ പുഴ ചെന്നെത്തുന്നത്. അതായത് കടൽ ഇങ്ങോട്ട് ഇങ്ങനെ കയറി കിടക്കുന്ന ഭാഗമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കപ്പൽ കയറി ഇങ്ങോട്ട് വരും.
ഇവിടെ കപ്പലിനെ അടുപ്പിക്കാനുള്ള ആ സംഭവങ്ങളൊക്കെ ഉണ്ട്, പോർട്ടായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം ഇതിൻ്റെ ഗ്ലെൻഫിനൻ മൊന്യൂമെൻറ്റ്, ഈ കാണുന്ന മൊന്യൂമെൻ്റാണ്. അതുപോലെ അതും ഇതിൻ്റെ ഒരു തീരത്താണ്. ശരിക്കും പറഞ്ഞാൽ ആ പ്ലേസ് ശരിക്കും ഫേമസ് ആയത് ഹാരി പോട്ടർ ഫിലിം കഴിഞ്ഞിട്ടാണ് അതിലേറെ ഫേമസ് ആയതെന്ന് തോന്നുന്നു. കാരണം കൂടുതൽ ആൾക്കാരും ഈ ഗ്ലെൻഫിനൻ വയഡക്റ്റ് കാണാൻ വേണ്ടി വന്നതിന് ശേഷമാണ് ഇപ്പോൾ കാണുന്ന ഈ പാലത്തിലൂടെ ഹാരി പോട്ടർ മൂവിയുടെ ട്രെയിൻ. ഇതിൻ്റെ മുകളിൽ ഞങ്ങളൊരു ചെറിയൊരു മലയുടെ മുകളിൽ കയറിയെന്നാണ് കണ്ടേ. ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങളുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഫ്രീസായി പോയി, ഭയങ്കര തണുപ്പ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പതുക്കെ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയി. ആ പോയ വഴിക്ക് ഇങ്ങനെ കണ്ട ഒരു ബസ് നിർത്തിയപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങിക്കണ്ടൊരു അരുവി. എന്നിട്ട് ഞങ്ങൾ പോയ ഇത് ഒരു എന്തായിരുന്നു ഈ സ്ഥലം? ഒരു നമ്മുടെ സോൾജേഴ്സിൻ്റെ മെമ്മോറിയൽ, കമാൻഡോ മെമ്മോറിയൽ. അതായത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ മൗണ്ടൻസ് മുഴുവൻ കാണാം, ചുറ്റും കാണാം. പിന്നെ താഴെ വെച്ചിരിക്കുന്ന ചുവന്ന നിറത്തിലുള്ളത് ആ റീത്തല്ല, അത് ശരിക്കും പോപ്പീസ് എന്നാണ് പറയുക. അതായത് ധീരന്മാരുടെ ലൈക്ക് എ മെമ്മോറിയൽ ഫോർ സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് വേൾഡ് വാർ സോൾജേഴ്സിൻ്റെ ഒരു മെമ്മോറിയൽ ആയിട്ടാണ് അതിവിടെ എല്ലാവരും ഒരു മെമ്മോറിയൽ ഡേ എന്ന് പറഞ്ഞാൽ ആ പൂപ്പി ഇങ്ങനെ കൊത്തി നടക്കും. ഇങ്ങനെ വേൾഡ് വാറിൽ മരിച്ച എല്ലാവർക്കും ആയിട്ടുള്ളൊരു ആദരം പോലെ അവരത് അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് പോപ്പീസ് എല്ലാം വെച്ചിട്ടാണ് റീത്ത് ഉണ്ടാക്കിയേക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സിമെട്രി ഉണ്ട് ഈ മെമ്മോറിയലിനോട് ചേർന്ന് തന്നെ. ഇതാണ് ആ സിമെട്രി. ആ സിമെട്രിയിലും കാണാം ചുവപ്പ് കളറിലുള്ള പോപ്പീസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി തിരിച്ച് പോരുന്ന വഴിയാണ്. പോരുന്ന വഴിക്ക് കാണാം സൂര്യൻ അസ്തമിക്കാറായി. തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ഗ്ലാസ്ഗോയിലേക്കാണ് പോകുന്നത്. എഡിൻബർഗിൽ ഞങ്ങൾ താമസിച്ചിട്ട് അവിടെ നിന്ന് എഡിൻബർഗിൽ നിന്ന് ട്രെയിൻ എടുത്ത് ഞങ്ങൾ ഗ്ലാസ്ഗോയിലേക്ക് പോവുകയാണ്. ഈ പോയ വഴിയിൽ നമുക്ക് മഞ്ഞ് വീണെടുക്കുന്ന കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്ര മണിയായപ്പോഴാണ്? ഞങ്ങളൊരു 10:30 അല്ലേ, 10:30 അടുത്തപ്പോൾ ഞങ്ങൾ ഗ്ലാസ്ഗോയിൽ ചെന്നെത്തി. 10:25 അവിടെ സമയം കാണാം, നമ്മുടെ ട്രെയിൻ വന്ന് നിർത്തിയ സമയം. ക്യൂൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ സ്റ്റേഷൻ്റെ പേരും ക്യൂൻ സ്ട്രീറ്റ് എന്ന് തന്നെയാണ്. അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ വെറുതെ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ വെറുതെ നടന്നിങ്ങനെ കണ്ടു, ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഇങ്ങനെയുള്ള കാഴ്ചകളുടെ ഇടയിൽ ഞങ്ങൾ വീണ്ടും ആ സ്കോട്ടിഷ് മ്യൂസിക് കേട്ടു. ഒരു പെൺകുട്ടി ഇങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്നത് ശരിക്കും ക്രിസ്മസ് മാർക്കറ്റാണ്, പക്ഷെ തുറന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു. അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. ഗ്ലാസ്ഗോയിൽ തന്നെ 2 യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിലുള്ള ഒരു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയാണ് ഈ കാണുന്നത്. പിന്നെ ഉണ്ടായ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ടിം ഹോർട്ടൻസ് എന്ന് കണ്ട് കാനഡയിലൊരു റെസ്റ്റോറൻറ്റാണ്. അവിടെ കയറി ഞാൻ കാനഡയിലൊരു ചായ ചോദിച്ചപ്പോൾ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര ആകാംക്ഷയോടെ കയറി ചോദിച്ചതായിരുന്നു, അവിടെ കയറിയതായിരുന്നു, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഗ്ലാസ്ഗോയിൽ ഏറ്റവും കൂടുതൽ കാണാവുന്നത് ഇങ്ങനത്തെ പെയിൻറ്റിങ്സാണ്. വലിയ ചുമരുകളിൽ ഇങ്ങനെ ഒരുപാട് പെയിൻറ്റിങ്സ് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ സ്കോട്ടിഷുകാരുടെ ഡ്രസ്സില്ല, ആ ഡ്രസ്സിൻ്റെ റെൻറ്റിനെടുക്കുന്ന റേറ്റാണ് അവിടെ കണ്ടത്. 35 പൗണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറിനോ ഒരു ദിവസത്തേക്ക് ഏതാണ്ട് ഒക്കെ കൊടുത്ത്. അത്രയും ഭയങ്കര റേറ്റ് അതിന്. അതിനുശേഷം ഞങ്ങൾ ഒരു കത്തീഡ്രൽ കണ്ടു, അവിടുത്തെ ഗ്ലാസ്ഗോ കത്തീഡ്രൽ. അതിൻ്റെ പുറകിൽ ആയിട്ടുള്ളൊരു സിമെട്രി ഉണ്ട്, ആ സിമെട്രിയിലാണിത്.
ഒരു ഹിസ്റ്ററി ഇല്ലായിരുന്നോ? നമ്മുടെ സ്മോൾ പോക്സിൻ്റെ എന്തോ സമയത്ത് കോളറയല്ലേ? കോളറ വന്നപ്പോൾ ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് അടക്കിയ സിമിട്രി എങ്ങാണ്ട് 10,000-20,000 അത്രയും കണ്ട ആൾക്കാർ ഒരുമിച്ച് അടക്കിയ എന്തോ ഏറ്റവും വലിയ വൺ ഓഫ് ദ ലാർജസ്റ്റ് സിമിട്രി ഇൻ യൂറോപ്പ് എന്ന് അങ്ങനെ എന്തോ സംതിങ് ആണ് അതിൻ്റെ ഹിസ്റ്ററി വരുന്നത്. അത് നല്ല രസമാണ് കേട്ടോ. ലാൻഡ്സ്കേപ്പൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അടിപൊളിയായിട്ടാണ്. അതായത് എല്ലാ ശവകുടീരത്തിൻ്റെ മുകളിൽ ആരാ മരിച്ചത്, അങ്ങനെ ഒരു ശവകുടീരത്തിൽ തന്നെ 6, 7, 8, 10, 12 പേരെ അടക്കിയിട്ടുണ്ട്. അങ്ങനെ പോയ വഴിക്ക് ഞങ്ങൾ അവിടുത്തെ ഒരു ഇൻഫർമേറ്ററി ഹോസ്പിറ്റൽ അല്ലേ, ഹോസ്പിറ്റൽ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബസ്സേ കയറി ഞങ്ങൾ സിറ്റിയിലേക്ക് വരികയാണ്. സിറ്റിയിലേക്ക് വന്ന് സിറ്റിയുടെ അങ്ങേറ്റത്തേക്ക് ആ പോയ വഴിക്ക് നമുക്ക് കാണാം. ആ കാണുന്ന ഇതെന്തായിരുന്നു, സയൻസ് മ്യൂസിയം എന്ന് തോന്നുന്നു. സയൻസ് മ്യൂസിയം, പിന്നെ ഓക്സോ ഗാലറി എന്നൊക്കെ പറഞ്ഞ ഗ്ലാസ്ഗോയുടെ ഒരു അതർ സൈഡ്. ഈ കാണുന്നത് സ്കോട്ട്ലൻഡ് BBC-യുടെ ഓഫീസാണ്. ആ കാണുന്ന സയൻസ് മ്യൂസിയം ടവർ പോലെ താഴെയുള്ള ഒരു മുട്ട പോലെ ഇരിക്കുന്ന സംഭവം. ഞങ്ങളെ ഏറ്റവും അങ്ങേയറ്റത്ത് എത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പയ്യെ നടന്നു തുടങ്ങി ഇത് കാണാനായിട്ട്. അവിടെ ഒരു കപ്പൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. കപ്പലിനോട് ചേർന്നുള്ളതാണ് റിവർ സൈഡ് മ്യൂസിയം എന്ന് പറയുന്നത്. അവിടെ എൻട്രി ഫ്രീ ആയിരുന്നു. ഞങ്ങളവിടെ കയറി. അവിടെ ശരിക്കും പഴയ ഗ്ലാസ്ഗോയുടെ ഓൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസും, അതായത് എങ്ങനെയായിരുന്നു പഴയ ഗ്ലാസ്ഗോ ഉണ്ടായിരുന്നത്, അതെങ്ങനെയായിരുന്നു അവിടുത്തെ ഓരോ ട്രാമുകൾ, ബസ്സുകൾ, അതിൻ്റെ എല്ലാ മോഡലും കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പണ്ടത്തെ കുതിരവണ്ടി, ഇതവർ ആ സ്ട്രീറ്റ് തന്നെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ആ നദിയുടെ തീരത്തോടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. നടന്ന് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. കാറ്റും ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. കൈയൊക്കെ ഫ്രീസ് ആകുമായിരുന്നു. ആ പോയ വഴിക്കാണ് സയൻസ് സെൻറ്ററിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്നു. പിന്നെ ഞങ്ങൾ രാത്രിയായി ഈ പറഞ്ഞ ക്യൂൺ സ്ട്രീറ്റിൻ്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ അവിടെ ക്രിസ്മസ് മാർക്കറ്റ് അന്വേഷിച്ചാൽ മതി. പക്ഷേ ക്രിസ്മസ് മാർക്കറ്റ് തുറന്നിട്ടില്ലായിരുന്നു. പക്ഷേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ക്രിസ്മസ് മാർക്കറ്റ്. ക്രിസ്മസ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നൊരു കെട്ടിടമാണിത്. ജോർജ് സ്ക്വയറോ അങ്ങനെ എന്തോ എന്നാണ് ഇതിൻ്റെ അടുത്തുള്ളൊരു സ്തൂപം, ഒരു മൊന്യൂമെൻ്റ് പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിലുള്ളൊരു ബിൽഡിങ്, അത് ഹോട്ടൽ എന്തോ ആണ്, ജോർജ് സ്ക്വയർ. ആ കെട്ടിടത്തിൻ്റെ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എപ്പോഴും. ലൈറ്റ് നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് ആ രാത്രി ഞങ്ങൾ തിരിച്ച് എഡിൻബർഗിൽ വന്നു. നൈറ്റ് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട്, എഡിൻബർഗിലെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒത്തിരി ഉണ്ടായിരുന്നു മാർക്കറ്റ്, ഒത്തിരി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നിട്ട് സ്കോട്ടിഷുകാരുടെ ഒരു വിഭവം കഴിച്ചു. അവരുടെ മെയിൻ ഐറ്റം ഹാഗീസ് എന്ന് പറയും. അതായത് ആടിൻ്റെ ഇൻജസ്റ്റൈനോ എന്തൊക്കെ വെച്ചിട്ട്, ചെമ്മരിയാടിൻ്റെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷായിരുന്നു അത്. അതും പിന്നെന്തായിരുന്നു, ഫ്രൈസ് അല്ലേ, ഫ്രൈസും കൂടെ മിക്സ് ചെയ്തിട്ട്, അതാണ് ഹാഗീസ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഈ യാത്രയുടെ ഉദ്ദേശം തന്നെ എഡിൻബർഗ് എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്.
ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അകത്ത്. ഇത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ സ്കോട്ട് മോന്യൂമെൻറ്റും അതുപോലെ ലൈറ്റ്സും റൈഡുകളും കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് കാണാമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോളുകളുണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച്. പക്ഷെ എല്ലാത്തിനും തീ പിടിച്ച വിലയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പതുക്കെ വീട്ടിലേക്ക് ഉള്ള ബസ് പിടിച്ചു.